നമസ്കാരം സുഹൃത്തുക്കളെ. അപകടം മണുത്ത സൗത്ത് ആഫ്രിക്ക പലസ്തീനികളെ വിസ ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. പലസ്തീനികൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിലേക്ക്. അതായത് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ, നമുക്ക് മലേഷ്യയിലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട, നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് പോയാൽ മതി. വിസ ഓൺ അറൈവലാണ്, നിസ്സാര പണം കൊടുത്താൽ മതി. അതുപോലെ തന്നെ പലസ്തീനികൾക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് 90 ദിവസം വിസ ഇല്ലാതെ കടന്നു വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത് സൗത്ത് ആഫ്രിക്ക നിർത്തലാക്കിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? അപകടം മണുത്തോ? അതായത് ഇസ്രായേലിനെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അവിടെയാണ് ICJ ആണ് ഈ പറയുന്ന നെത്തന്യാഹുവിന് കയ്യാമം വെക്കാനായിട്ടുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2023 ഒക്ടോബർ 7-ാം തീയതി ഗൂഢാലോചന സൗത്ത് ആഫ്രിക്കയിലാണു എന്ന് പറയുന്നുണ്ട്. തെളിവുകളില്ല. അന്ന് മുതൽ നെത്തന്യാഹു ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു, ചീട്ട് എഴുതി വെച്ചിരിക്കുകയായിരുന്നു, ഇവന്റെ കേസ് അവധിക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവസരം കിട്ടിയപ്പോൾ നെത്തന്യാഹു ഒരു 150 പേരെ 2 പ്ലെയിനിലാക്കി അയച്ചു കൊടുത്തു. മിസ്റ്റീരിയസ് പ്ലെയിൻ, ഗാസയിൽ നിന്ന് 10-200ഓളം പേര് ഒരു വിമാനത്തിൽ കയറി അങ്ങനെയോ ദുരൂഹമായ സാഹചര്യത്തിൽ വന്ന് ഇറങ്ങുന്നു. എവിടെ? ആഫ്രിക്കയിൽ വന്ന് ഇറങ്ങുന്നു. അവരെ തിരിച്ചയക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ? അവർ നിയമവിധേയമായിട്ട് വന്നിരിക്കുന്നത്. കാരണം പലസ്തീനുകൾക്ക് 90 ദിവസത്തേക്ക് വിസ വേണ്ട, അതുകൊണ്ട് തിരിച്ചുവിടാൻ സാധിക്കില്ല. തിരിച്ചു വിട്ടാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കില്ല, ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഇതുവരെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത സൗത്ത് ആഫ്രിക്ക തിരിച്ചയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വരും. അതുകൊണ്ട് ചുപ് ചാപ്പ് അവരെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അവരവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കറുത്ത വർഗ്ഗക്കാർ പറയുക, നമ്മളോ ഇരവാദം നിരത്തി ജീവിക്കുന്നവർ. പണ്ട് ഈ 19-ാം നൂറ്റാണ്ടിൽ സായിപ്പ് ഇവിടെ വന്നു, നമ്മുടെ ചങ്കല കിട്ടു തല്ലി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഡോളർ വാങ്ങിച്ച് ജീവിക്കുന്ന നമ്മുടെ അടുത്തേക്ക് അടുത്ത ഇരവാദക്കാരും. നടക്കില്ല. ഒരു സ്ഥലത്ത് ഒരു ഇരവാദം മതി. അവർ സമ്മതിക്കാൻ പോകുന്നുണ്ടോ? അവർ കുത്തിനു പിടിച്ചു സൗത്ത് ആഫ്രിക്കൻ നേതാക്കന്മാരുടെ. വരട്ടെ. ഇവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തന്നെ മാഫിയ ഉണ്ട്, ഇവിടെ തന്നെ ഗ്യാങ്ങുകളുണ്ട്, ഒതുക്കാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇനി എന്താണ് ഇവരുടെയും കൂടി എന്തിന്റെ ആവശ്യം? പിന്നെ പലസ്തീനുകൾക്ക് പോകാൻ താല്പര്യമില്ല, കാരണം പണിയെടുക്കണം. ആദ്യം ഒരാഴ്ച അവിടെ പണമൊക്കെ കൊടുത്തു, അവർ ഹോട്ടലിലേക്ക് നിർത്തി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നമുക്ക് പോകാം. എങ്ങോട്ട്? വയലുകളിൽ പോയി പണിയെടുക്കാം. അയ്യോ, ഞങ്ങൾക്ക് പണിയെടുത്ത ശീലമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പണിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇരു കൂട്ടരും സന്തോഷപരമായിട്ട് ഒരു തീരുമാനമെടുത്തു. ആ പാലസ്തീനികളുടെ വിസ അങ്ങ് ക്യാൻസൽ ആക്കി. അല്ലെങ്കിൽ നെത്തന്യാഹു ഗാസ മുഴുവൻ ഒഴിപ്പിച്ചിട്ട് പല പാലസ്തീനികളെയും എവിടെ കൊണ്ടാക്കും? ആഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടാക്കും. അത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയിലെ ജനങ്ങൾ ശരിക്കും പറയാണല്ലോ, അവര് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം ജനങ്ങൾ മടുക്കുകയാണ്. ഞാൻ പറയുന്നത് പാലസ്തീനുകളെ കുറ്റം പറയുകയല്ല, തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്ത്രീ ആ വിമാനത്തിൽ വന്നുകൊണ്ട് പൊട്ടിക്കരച്ചിലും പിന്നെ പൊട്ടിക്കരയുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടു? അതിനുത്തരം അറിയണമെങ്കിൽ ഏഷ്യ പ്രവാചകന്റെ 14:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞ് എസെക്കിയായിൽ 25 മുതൽ 16-17 വായിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വദേശമായിട്ടുള്ള ഗാസയിൽ നിന്ന് നിങ്ങൾ ഒഴിപ്പിച്ച്, അല്ലെങ്കിൽ സ്വമേധയല്ല ഒഴിപ്പിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ സ്വന്തം വീടും കൂടും വിട്ടെറിഞ്ഞുകൊണ്ട് മറ്റുള്ള ദേശത്തേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നറിയണമെങ്കിൽ ആമോസ് 1:6-8 നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാകും യുവതിയും. കാരണം നിങ്ങളുടെ അവസ്ഥയിൽ എനിക്ക് പരിതാപകരമുണ്ട്. കാരണം രണ്ട് കൂട്ടർ IDF-ഉം ഹമാസും തമ്മിലുള്ള തല്ലുകൂടുമ്പോൾ ഇടയ്ക്ക് നിന്ന് കൈ കൊട്ടാൻ നിൽക്കരുത്. കൈ കൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്തായിരിക്കും? വീടും പോകും, കൂടും പോകും, എല്ലാം പോകും. ഏതോ ഒരു ദേശത്ത് അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ടി വരും. അത് വല്ലാത്തൊരു അവസ്ഥയാണ് സുഹൃത്തുക്കളെ. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ട്, എളുപ്പമല്ല. കാരണം അവനവൻ്റെ വീട്, അവനവൻ്റെ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പമല്ല. ആരംഭിക്കണം. ആരുടെയൊക്കെയോ കരുണയാലായിരിക്കും ഒരുപക്ഷെ നമ്മൾ മുന്നോട്ട് പോവുക. അതൊരു സാഹചര്യമാണ്. എനിക്ക് അവരോട് ദുഃഖമുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചവരെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ശിക്ഷിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. പല ദേശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ പറയുന്ന പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ദേശങ്ങൾക്കൊന്നും ആത്മാർത്ഥത എന്ന് പറയുന്നുണ്ട് ഡോളറിലാണ്. അതായത് ഈ പല ദേശങ്ങളിലെയും പല രാജ്യങ്ങളുടെയും നേതാക്കന്മാര്
പലരുടെയും പോക്കറ്റിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴികെ അദ്ദേഹത്തെ പോലെ വേറൊരാൾ വേറെ ഇല്ല. പല യൂറോപ്യൻ ദേശങ്ങളുടെയും നേതാക്കന്മാര്, ലിബറൽസുകളും ലെഫ്റ്റുകളും സോഷ്യലിസ്റ്റുകളൊക്കെ പലരുടെയും നോട്ട്ബുക്കുകളിൽ അവരുടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അവരുടെ കിട്ടുന്ന പണത്തിന്റെ കണക്ക്, മാസപ്പടി വാങ്ങുന്നവരാണ് അവര്. അതുകൊണ്ടാണ് അവരെല്ലാം കൈ ഉയർത്തിയ ആളുകളെ സ്വീകരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ പക്ഷെ അങ്ങനെയുള്ള ജനങ്ങൾ വെടിവീർപ്പിടുകയാണ്, അവർ വെറുക്കുകയാണ് ഇവരെ. കാരണം എന്തുകൊണ്ടാ? അവർക്കും അസഹ്യമാണ് ജീവിക്കാനായിട്ട്. അവരുടെ ഇടയിലേക്ക് ഒരു കൂട്ടം ആളുകളെ വീണ്ടും കൊണ്ടുവരുന്നു. അവിടെ ഫൈറ്റിംഗ് ഫോർ സ്പേസ്. അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി അഭിനന്ദിക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ്, അതായത് ഈ പറയുന്ന ഒരു ദേശമുണ്ട് മിഡിൽ ഈസ്റ്റിൽ, ആ ദേശം ലക്ഷക്കണക്കിന് രൂപയാണ് എറിയുന്നത്. ദേശത്തിന്റെ പേര് ഞാൻ പറയാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചാൽ സ്വയം മനസ്സിലാകും. അത്തരത്തിലുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെടാതെ നമ്മുടെ രാജ്യം എപ്പോഴും ഇസ്രായേലുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ടെക്നോളജി ഷെയറിങ്, ഡിഫൻസ് ഷെയറിങ്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയോട്, നിങ്ങൾ ഒരു ആയുധം വാങ്ങുന്ന രാജ്യമാകാൻ പാടില്ല, യു ഷുഡ് ബി മാനുഫാക്ചറിഡ്. എല്ലാ ടെക്നോളജിയും ജൂതൻ കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യക്ക്, അത്തരത്തിലുള്ള രാജ്യമായി. കാരണം ജൂതനോട് നിന്നാൽ നമ്മൾ മുന്നോട്ട് പോകും. അവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ശരിയാണ്. നേതാക്കന്മാർ, റംബോസ എന്നൊക്കെ പറയുന്ന നേതാവാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ്. ഒരു വിവരബോധവുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നൊക്കെയോ ആരുടെയൊക്കെയോ പണം കിട്ടുന്നതുകൊണ്ട് കൈ ഉയർത്തി പറഞ്ഞ് ഇസ്രായേലിനെ ശിക്ഷിക്കണം. പക്ഷെ ജനങ്ങളുടെ വികാരം വേറെയായി. സെയിം തന്നെ യൂറോപ്പിന് സംഭവിക്കുന്നത്. നമ്മൾ പാലസ്തീനുകൾ മോശക്കാരെന്നല്ല പറയുന്നത്. പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊന്നും അവിടെ സ്പേസ് ഇല്ല, ഇവരെ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ഓൾറെഡി ഈ രാജ്യങ്ങളൊക്കെ ശ്വാസം മുട്ടിക്കിടക്കുകയാണ്. ജനങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇവരെ കൊണ്ടുവരുന്നത്? ഞങ്ങൾക്കോ ജീവിക്കാൻ സാധിക്കുന്നില്ല, ഇവിടെ തന്നെ ഒരുപാട് വർഷങ്ങളുണ്ട്, അതിന് മുകളിൽ ഇവരെന്തിനു കൊണ്ടുവരുന്നു? അവർ ചോദിക്കുന്നു, ഇവരെന്തുകൊണ്ട് ഇന്തോനേഷ്യയിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ അല്ലെങ്കിൽ ഖത്തറിലേക്ക് അയച്ചുകൂടാ? എന്തുകൊണ്ട് ഇവർ ആഫ്രിക്കയിലേക്ക് അയക്കുന്നു, യൂറോപ്പിലേക്ക് അയക്കുന്നു? ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന UN കൈ ഉയർത്തവരൊക്കെ ഇപ്പൊ വിസ ക്യാൻസൽ ആക്കി തുടങ്ങി. ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു പ്രക്ഷോഭം യൂറോപ്പിൽ വന്നുകൊണ്ടിരിക്കും. ഇതായിരുന്നു ലക്ഷ്യം. ആ മിഡിൽ ഈസ്റ്റിലെ ആ പറയുന്ന പണം ഇറക്കിയ രാജ്യത്തിന്റെ ആവശ്യം ഇതായിരുന്നു. യൂറോപ്പ് തകരണം. യൂറോപ്പ് തരിപ്പണമാകാൻ പോവുകയാണ് സുഹൃത്തുക്കൾ, അധികം വൈകാതെ തന്നെ.